പോകല്ലേ, ഞാൻ പറഞ്ഞിട്ട് പോവാം, ഞാൻ പറഞ്ഞിട്ട് പോവാം. ജീവൻ നൽകി രക്തം നൽകി, ജീവൻ നൽകി രക്തം നൽകി, ഞങ്ങൾ പരിഹരിക്കും, ഞങ്ങൾ പരിഹരിക്കും. കാലം സാക്ഷി ചരിത്രം സാക്ഷി, കാലം സാക്ഷി ചരിത്രം സാക്ഷി, അറബിക്കടലിൽ തിലകൻ സാക്ഷി, അറബിക്കടലിൽ തിലകൻ സാക്ഷി. ക്യാമറ നനയാതിരിക്കാൻ വേണ്ടി മഴ വേണേ പണിയിക്കും. ഇന്ത്യൻ മണ്ണിൽ, നൂറ്റാണ്ടുകളായി ഇന്ത്യൻ മണ്ണിൽ അധിവസിക്കും പൗരന്മാരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ, അവകാശങ്ങൾ ഇല്ലാതാക്കാൻ തയ്യാറാക്കിയ കുടില പദ്ധതി.
ഇടയ്ക്കുടയ്ക്കും സൂര്യൻ സാക്ഷി RSS സംഘീകരണം പദ്ധതിയിട്ടു സംഘീകരണം പദ്ധതിയിട്ടു പ്രതിഷേധത്തിൻ കോട്ടകൾ തീർത്ത് പ്രതിഷേധത്തിൻ കോട്ടകൾ തീർത്ത് പൗരസമൂഹം തെരുവിലിറങ്ങും പൗരസമൂഹം തെരുവിലിറങ്ങും ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് RSS സിന്ദാബാദ് RSS സിന്ദാബാദ് സൂര്യനാണ് 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 ഓർത്തുകളിച്ചോ സൂക്ഷിച്ചോ ഓർത്തുകളിച്ചോ സൂക്ഷിച്ചോ സൈഡ് കൂടെ കിട്ടണം രണ്ട് സൈഡ് என்ன எடுக்கிறதா പ്രകടനത്തിൽ ഋജുമൊക്കെ ഉണ്ടായിരുന്നു. വെട്ടിമുറിക്കാൻ നോക്കുമ്പോൾ RSS സംഘികളെ ചെറുത്തു നിൽക്കും കട്ടായം പറയുന്നതാരെന്നറിയാമോ വെള്ളക്കാരുടെ തോക്കിന് മുന്നിൽ നെഞ്ചു വിരിച്ചൊരു പാരമ്പര്യം അതാണ് ഞങ്ങളുടെ പൗരത്വം ഇല്ല നിങ്ങൾക്കാവില്ല ഇന്ത്യൻ മക്കളെ ഭിന്നിപ്പിക്കാൻ
വംശവരിയുടെ വക്കപ്പില്ല് പരിവാർ സേന പാസാക്കുമ്പോൾ പ്രതിഷേധത്തിൽ കോട്ടകൾ തീർക്കാൻ സോദരരെ കട്ടായോ
ഇന്ത്യൻ ജനത പോരാടോ. രണ്ട് ഫോണൊക്കെ കൊണ്ടുവന്നുള്ളൂ. 2 ഫോണോ 3 ഫോണൊക്കെ കൊണ്ടുവന്നു. 2 ഫോൺ കൊണ്ടുവന്നത് വിളിച്ചോ. 5-6 ഫോട്ടോ കേട്ടോ. എൻ്റെ ദൂരെ പോകല്ലേ, ബാക്കിലോട്ട് അല്ല എന്നെയും ചേർത്തെടുക്കണേ, എന്നെയും ചേർത്ത്. അന്തസ്സോടെ ജീവിക്കാനായി, അന്തസ്സോടെ ജീവിക്കാനായി ജീവൻ നൽകി രക്തം നൽകി അടിക്കട്ടെ, കുഴപ്പമില്ല. നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. നോക്കണ്ട വരി. പോട്ടെ. അതടിക്കില്ല. ആവശ്യമില്ല, അങ്ങോട്ട് പോകാം. ഇന്ത്യൻ ജനതയുടെ പ്രതിഷേധം വംശവെറിയുടെ വക്കപ്പില്ല്
ശേഷമാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്. നിങ്ങൾക്കും നാളെ സംഭവിച്ചേക്കാം. ഒരു വണ്ടി അത് എടുത്ത് മറിച്ചില്ലേ എടുത്ത് മറിച്ച് ഒരേ 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 പതുക്കെ പതുക്കെ ശകല ബാക്ക് മതി 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 ഈ പ്രതിഷേധം അവസാനിക്കുന്നതുവരെ ഒരാളും പിരിഞ്ഞു പോകരുത്. പറ്റുന്നവരിയ്ക്കുക. അഹൽഭാരവാഹികളും അതോടൊപ്പം തന്നെ ഇമാമിങ്ങളും സംഘടനാ പ്രതിനിധികളും വേദിയിലേക്ക് വരേണ്ടതാണ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പ്രതിഷേധ കൂട്ടായ്മ ആരംഭിക്കുകയാണ്. മുസ്ലിം കോർഡിനേഷൻ
കമ്മിറ്റി വൈസ് ചെയർമാൻ പാച്ചല്ലൂർ അബ്ദുൽ സലീം മൗലവിയുടെ അധ്യക്ഷതയിൽ പ്രതിഷേധ കൂട്ടായ്മ ആരംഭിക്കുകയാണ്. മുഴുവൻ ബഹുമാന്യനായ XMP പന്നിൻ രവീന്ദ്രൻ അവർകളാണ് ഉദ്ഘാടനം ചെയ്തത്. എല്ലാവരും പരിപാടി അവസാനിക്കുന്നതുവരെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുവാൻ ബഹുമാന്യനായ പാച്ചല്ലൂർ അബ്ദുൽ സലീം മൗലവി ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള പണ്ഡിതവര്യന്മാരെ, പ്രിയപ്പെട്ട ഇസ്ലാമിക പ്രവർത്തകരെ, സഹോദരങ്ങളെ, നമ്മുടെ പ്രതിഷേധ പരിപാടി ഉടൻ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടും. അതിനു മുമ്പ് ഈ കാലാവസ്ഥയുടെ പ്രാതികൂല്യാവസ്ഥ പോലും പരിഗണിക്കാതെ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരമൊരു പ്രതിഷേധ പരിപാടിയിൽ അണിനിരക്കാൻ ആർജവവും തന്റെ ഇടവും കാണിച്ച പ്രിയപ്പെട്ട ഈ പരിപാടിയിലെ അംഗങ്ങൾക്കും അതിഥികൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ജനാബ് അഡ്വക്കേറ്റ് AM K നൌഫൽ സംസാരിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാനീയരും ആദരണീയരുമായ പണ്ഡിതന്മാരെ, സംഘടനാ നേതാക്കന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം ശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദര സമുദായത്തിലെ സഹോദരന്മാർക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ 78 വർഷക്കാലമായി രാജ്യത്ത് നിലനിൽക്കുന്ന വഖഫ് ആക്ട് സമ്പൂർണമായി മാറ്റിമറിച്ചുകൊണ്ടുള്ള ഭേദഗതി നിർദ്ദേശങ്ങളുമായി കഴിഞ്ഞ ദിവസം രാജ്യസഭയും അത് പാസാക്കുകയുണ്ടായി. വഖഫ് ആക്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ 113 വകുപ്പുകളുള്ള വഖഫ് ആക്ടിലെ 44 വകുപ്പുകളാണ് ഇന്ന് ഏകപക്ഷീയമായ രീതിയിൽ അത് ഭേദഗതി ചെയ്തിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട കാര്യം, രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ച് ഈ ഓഗസ്റ്റ് 15-ന് 78 വർഷം പൂർത്തിയാകുമ്പോൾ ഈ കഴിഞ്ഞ 78 വർഷക്കാലവും ഈ വഖഫ് നിയമം മൂലം ഈ രാജ്യത്തിലെ ഒരു അമുസ്ലിം സഹോദരങ്ങൾക്കും അവർക്ക് വ്യക്തിപരമായോ അവരുടെ സാമ്പത്തികമായോ അവരുടെ സ്വത്തുക്കൾക്കോ ഒരു കുറവും വന്നിട്ടില്ല, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഈ രാജ്യത്തിന്റെ വഖഫ് ആക്ട് മൂലം. പക്ഷെ കഴിഞ്ഞ 2 കാലഘട്ടത്തിന് മുമ്പ് അധികാരത്തിൽ വികസനത്തിന്റെ പേര് പറഞ്ഞു വന്നുകൊണ്ട് അധികാരത്തിൽ കയറിയ ഈ രാജ്യത്തിലെ ഫാസിസ്റ്റ് ഗവൺമെന്റ് അവരുടെ വികസന അജണ്ടകൾ മാറ്റിവെച്ചുകൊണ്ട് ഹിഡൻ അജണ്ടകളുമായി ന്യൂനപക്ഷങ്ങളെ, മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, ദളിതുകളെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ 10 വർഷക്കാലവും അതിനുശേഷം ഇപ്പോഴും ഓരോ ഭേദഗതികളിലൂടെയും ഭരണഘടനാ ഭേദഗതികളിലൂടെ അവർ നടപടികൾ നടത്തിക്കൊണ്ടുവരുന്നത്. രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട്, രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര സ്വഭാവത്തിന് എതിരായിക്കൊണ്ട് ഉള്ള ഒരു ഭേദഗതിയാണ് ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പാസാക്കിയത്. ഈ രാജ്യത്തിലെയും സംസ്ഥാനത്തിലെയും മുസ്ലിങ്ങളായ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഈ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അത് ജാതിമത ഭേദമന്യേ അതിന്റെ ഒരു മകുട ഉദാഹരണമായിരുന്നു പാർലമെന്റിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ബില്ലിനെ എതിർത്ത് സംസാരിച്ചത് മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിം MP-മാർ മാത്രമല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും മതേതരത്വവും ജനാധിപത്യവും നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന MP-മാർ, അത് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത MP-മാരാണ് അവിടെ ഈ വിഷയത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വഖഫ് ബില്ലിനെ കോർത്തിണക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ഈ മുനമ്പം പ്രദേശം നിലകൊള്ളുന്ന എറണാകുളം പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ ബഹുമാന്യനായ MP ശ്രീ ഹൈബി ഈഡൻ ഇന്നലെ ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് അതിശക്തമായ രീതിയിൽ പാർലമെന്റിൽ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം അവിടെ വെച്ച് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചു, ഈ മുനമ്പം വിഷയം പരിഹരിക്കുവാൻ ഈ നിങ്ങൾ അവതരിപ്പിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിലൂടെ നടക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതിനുശേഷം പറഞ്ഞു, ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു നിയമ പോരാട്ടമാണ്, അടുത്തത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള നിയമ നടപടികളുമായിട്ടായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ സ്റ്റെപ്പായിട്ട് ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങളെ അതിശക്തമായി ക്രൂശിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് അവിടെ അതുപോലെ തന്നെ പാർലമെന്റിൽ മറ്റൊരു MP ജോൺ ബ്രിട്ടാസ് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി മുനമ്പം വിഷയത്തിലും അതിശക്തമായി വാദിക്കുന്ന പാർലമെന്റിലെ
BJP എംപിമാർ ഈ മണിപ്പൂരിൽ ഇത്രയും 200 പള്ളികൾ, ചർച്ചുകൾ നശിപ്പിക്കപ്പെട്ടു. 100 കണക്കിന് നിരപരാധികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും അതിക്രൂരമായി കൊലക്കത്തിക്കിരയാക്കി. അതൊന്ന് കാണുവാനോ അവരെ സാന്ത്വനപ്പെടുത്തുവാനോ ശ്രമിക്കാത്ത ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയും ആ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഈ രാജ്യത്തിലെ പ്രത്യേകിച്ച് മുനമ്പത്ത് ഈ ഒരു ചെറിയ ഭൂരിപക്ഷം വരുന്ന പ്രദേശത്തെ ജനങ്ങളുടെ വിഷയം, ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വിഷയം ഞങ്ങൾ ഈ വഖഫ് ഭേദഗതിയിലൂടെ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. ഒക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി പണ്ഡിതന്മാർ സംസാരിക്കും. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്, എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വഖഫ് ഭേദഗതി ബില്ലിൽ ഒരു പ്രധാനപ്പെട്ട ഭേദഗതി സെൻട്രൽ കൗൺസിലിലും വഖഫ് സെൻട്രൽ കൗൺസിലിലും കേരള സ്റ്റേറ്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് വഖഫ് ബോർഡുകളിലും 2ൽ കുറയാത്ത അമുസ്ലിം പ്രതിനിധികളെ ഉൾക്കൊള്ളിക്കാമെന്നുള്ള ഒരു വകുപ്പാണ് പറഞ്ഞിരിക്കുന്നത്. നാം മനസ്സിലാക്കണം, കേരളത്തിൽ ദേവസ്വം ബോർഡുണ്ട്. ദേവസ്വം ബോർഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം പ്രതിനിധി വരണമെന്നോ അല്ലെങ്കിൽ വരണമെന്നോ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. അത് ശരിയല്ല. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇസ്ലാമിക സംഘടനകളും പ്രസ്ഥാനങ്ങളും അതിശക്തമായി ആ ഹിന്ദു മതത്തിന്റെ വിശ്വാസ ആചാരങ്ങൾക്ക് അനുസൃതമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും മറിച്ച് രാഷ്ട്രീയമായ സങ്കുചിതമായിട്ടുള്ള താൽപര്യങ്ങൾക്ക് ആരും വഴിപ്പെടരുതെന്നും ആഗ്രഹിച്ചുകൊണ്ട് അതിശക്തമായ നിലപാടെടുത്ത ഈ ഇസ്ലാമിക സമൂഹത്തിനെതിരെയാണ് വിരലിലെണ്ണാവുന്ന ചില ക്രിസ്ത്യ സഹോദരന്മാരും ഈ പ്രശ്നത്തിൽ വഖഫ് ഭേദഗതി ബില്ല് അവർക്കെന്തോ നേട്ടം കിട്ടുന്നത് പോലെയുള്ള രീതിയിലുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് നിൽക്കുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് വഖഫെന്നും എന്താണ് വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെന്നും ആ വഖഫിന്റെ പ്രാധാന്യം എന്താണെന്നും ഒരു വഖഫും മുസൽമാനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും വഖഫും സൃഷ്ടാവുമായ അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്താണെന്നും ഒക്കെ ഉള്ള വിഷയത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഇവിടെ സവിസ്തരം പ്രതിപാദിക്കും. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ജനാബ് പാച്ചല്ലൂർ അബ്ദുസലീം മൗലവിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വൈസ് ചെയർമാനായ ഡോക്ടർ നിസാറുദ്ദീൻ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ പണ്ഡിതന്മാരായ സിറ്റിയിലെ ഇമാമിങ്ങളായ ജനാബ് നവാസ് മഞ്ഞാനി പനവൂർ, പാനിപ്പുറ ഇബ്രാഹിം മൗലവി, നിഷാദ് റഷാദി മൗലവി, ഫതഹുദ്ദീൻ റഷാദി, അഫ്സൽ കാസിമി, കല്ലാട്ടുമുക്ക് നിസാറുദ്ദീൻ മൗലവി, ഷബീർ മൗലവി, ജമാഅത്ത് കൗൺസിലിന്റെ ജില്ലാ പ്രസിഡന്റും പാച്ചല്ലൂർ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ദിജുമുദ്ദീൻ സാഹിബ്, കരമന മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റും ജമാഅത്ത് കൗൺസിലിന്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ജലീൽ സാഹിബ്, ഇതിന്റെ മറ്റൊരു സെക്രട്ടറിയായ ജനാബ് കരമന MA സലീം സാഹിബ്, ബഹുമാന്യനായ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും ലജ്നത്തുൽ മൗലമിന്റെ സംസ്ഥാന നേതാവുമായ ബഹുമാനപ്പെട്ട മുണ്ടക്കയം ഹുസൈൻ മൗലവി, മറ്റ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മൗലവി, മറ്റ് ബഹുമാന്യരായ എല്ലാ നേതാക്കൾക്കും ഈ പ്രതികൂല കാലാവസ്ഥയിലും പങ്കെടുത്ത, അതുപോലെ തന്നെ വിവിധ മറ്റ് മതസംഘടനാ നേതാക്കൾ, ഷബീർ മൗലവി ജമാഅത്ത് ഫെഡറേഷന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തുടങ്ങിയ എല്ലാവർക്കും സഹോദരന്മാർക്കെല്ലാം ഒറ്റവാക്കിൽ നന്ദിയും കടപ്പാടും സ്വാഗതവും ആശംസിച്ചു നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിമന്യരായ പണ്ഡിതവര്യന്മാരെ, പ്രിയപ്പെട്ട ഇസ്ലാമിക പ്രവർത്തകരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രതികൂല കാലാവസ്ഥയിലും തലസ്ഥാനത്തെ മതപണ്ഡിതന്മാരും ഇസ്ലാമിക പ്രവർത്തകരും മഹല്ല് ഭാരവാഹികളും എന്തുകൊണ്ടാണ് രാജ്ഭവനിലേക്ക് ഇന്നൊരു മാർച്ച് സംഘടിപ്പിക്കേണ്ടി വന്നത് എന്ന് ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസംഗികൻ വിശദീകരിച്ചു. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആര് എങ്ങനെ വ്യാഖ്യാനിച്ചാലും എന്തെല്ലാം വിശദീകരണം നൽകിയാലും അവരുടെ ജീവനേക്കാൾ പ്രധാനപ്പെട്ടത് ഇസ്ലാം. ഇന്ത്യ രാജ്യത്ത് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് RSSന് ബീജാപാവം നൽകുമ്പോ ഈ രാജ്യത്ത് ഇസ്ലാമിക സമൂഹത്തെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ പ്രസ്ഥാനം പ്രവർത്തനം ആരംഭിച്ചത്. ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും ശത്രു പട്ടികയിൽ 2ാമത്തെ ലിസ്റ്റിൽ തന്നെ പെടുത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാര് അടുത്ത ലിസ്റ്റിലുള്ളവരാ. ലിസ്റ്റിൽ പെടുത്തിയാലും ഇല്ലെങ്കിലും സംഘപരിവാറിന്റെ ചാതുർവർണ്ണീയ സംസ്കാരത്തിന്റെ ഇരകളായി ഈ രാജ്യത്തെ അടിസ്ഥാന വർഗത്തെ അവർ മുദ്രകുത്തിയിട്ടുണ്ട്. പലപ്പോഴും മാറ്റി നിർത്തിയിട്ടുണ്ട്. മാറ്റി നിർത്താൻ അവർക്ക് പരിപാടിയുണ്ട്. അങ്ങനെ 98 അല്ലെങ്കിൽ 100 കൊല്ലത്തോളമായി ഈ രാജ്യത്ത് വളരെ ആസൂത്രിതമായി കുറെ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് സംഘപരിവാറും RSSും ഈ നാട്ടിൽ അവരുടെ കുടിലതന്ത്രങ്ങൾ പ്രയോഗവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്.
425 കൊല്ലക്കാലം മുസ്ലിം സമുദായം രാജാതിരാജനായ അള്ളാഹുവിന് വേണ്ടി ആരാധന നിർവഹിച്ച ബാബരി മസ്ജിദിനെ കുറെ കള്ളക്കഥകൾ പറഞ്ഞ് തല്ലിത്തകർത്ത് തരിപ്പണമാക്കി. ബാബരി മസ്ജിദിന്റേത് വഖഫ് ഭൂമിയാണ്. ആ വഖഫ് ഭൂമിയിൽ അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിക്കാൻ അർഹതയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇസ്ലാമിന്റെ അകക്കാൻ പറയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. അത് കഴിഞ്ഞു ഇപ്പോ സംഘപരിവാറിന്റെ ആളുകൾ വളരെ ആസൂത്രിതമായി ഇസ്ലാമിക സമൂഹത്തിലെ പാവങ്ങളോട് ഭയങ്കര സ്നേഹം പറയുകയാണ്. സ്ത്രീകളോടുള്ള സ്നേഹം വല്ലാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തലാഖ് നിയമമുണ്ടാക്കി സ്ത്രീകളോടുള്ള അനുകമ്പയും അനുഭാവവുമാണ് തങ്ങൾ കാണിക്കുന്നത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരത്തിന്റെ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം സ്ത്രീകൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് മുത്തലാഖ് നിയമം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. ഇതേ ആളുകൾ തന്നെയാണ് ഗുജറാത്തിന്റെ തെരുവീഥിയിൽ അബലയായ ഗർഭിണി പെണ്ണിന്റെ മുസ്ലിം പെണ്ണിന്റെ പള്ള കുത്തിക്കീറി അതിനകത്തിരിക്കുന്ന ഭ്രൂണത്തെ കുത്തിയെടുത്ത് ആളിക്കത്തുന്ന അഗ്നിനാളത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. അന്ന് അവർക്ക് മുസ്ലിം പെണ്ണുങ്ങളോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. മുത്തലാഖ് നിയമമുണ്ടാക്കി അതിന്റെ പേരിൽ അനാവശ്യമായി അന്യായമായി ഒരുപാട് അത് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയൊന്നുമല്ല. ഈ രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക, ഇവിടുത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, കുറെ കള്ളക്കഥകൾ ആളുകളുടെ മസ്തിഷ്കത്തിലേക്ക് കുത്തിക്കയറ്റിയ ആളുകളെ ബുദ്ധിയില്ലാത്ത ബുദ്ധിശൂന്യന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെ സ്ഥിരം അജണ്ട. നമ്മൾ ഇന്നലെ രാജ്യസഭയിലും മെനയാന്ന് ലോക്സഭയിലും കണ്ടതാ. ഈ രാജ്യത്ത് തൃശൂർ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി കേരളത്തിലെ മറ്റ് എംപിമാരോട് ഒരുതരം വളരെ തരം താണ പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സംസ്കാര സമ്പന്നന്മാർക്ക് ഏറ്റുവാങ്ങാൻ പറ്റിയ ഒരു സംസ്കാരമല്ല സംഘപരിവാർ ഈ രാജ്യത്ത് വിഭാവന ചെയ്യുന്നത് എന്ന് അനുദിനം അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ തൊട്ട് കളിച്ചിരിക്കുന്നത് ഞാൻ നിൽക്കുന്ന സഹോദരന്മാരോട് സ്നേഹത്തോടെ ചോദിക്കുകയാണ്. നാളെ ഇന്ത്യൻ രാജ്യത്തിന്റെ പാർലമെന്റിലും അല്ലെങ്കിൽ രാജ്യസഭയിലുമുള്ള ഭൂരിപക്ഷത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ച് ഖുർആൻ ഇവിടെ നിരോധിക്കാൻ പോകുന്നുവെന്ന് സംഘപരിവാർ നിയമം സൃഷ്ടിച്ച് പാസാക്കിയാൽ അംഗീകരിക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറാകുമോ? വല്ലാഹി ഇസ്ലാമിക സമൂഹത്തിൽ അവസാനത്തെ കുഞ്ഞിന്റെ ചങ്കിലെ ചോറയിലിടത്തോളം സംഘപരിവാറിന്റെ അത്തരം വൃദ്ധാശ്രമങ്ങളെ നെഞ്ചു വിരിച്ച് പ്രതിരോധിക്കാൻ ഈ രാജ്യത്തെ ഇസ്ലാമിക സമൂഹം സന്നദ്ധമാണ്. അതിന്റെ പേരിൽ ഉണ്ടാകുന്ന രക്തസാക്ഷിത്വം അഭിമാനത്തോടെ ഏറ്റുവാങ്ങാൻ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. ഗുജറാത്തിന് എങ്ങും പ്രതികാരം ചെയ്യപ്പെട്ടിട്ടില്ല, ബാബരി മസ്ജിദിന് പ്രതികാരം ചെയ്യപ്പെട്ടിട്ടില്ല. അന്നൊക്കെ ഈ സമുദായത്തെ താലോലിച്ച് താരാട്ടുപാടി സമാധാനമായിരിക്കും എന്നെങ്കിലും ഒരു നല്ല നാളെ പുലരും അന്ന് നമുക്ക് സമാധാനത്തോടെ ഐക്യത്തോടെ ജീവിക്കാമെന്ന് ഈ സമുദായത്തിന് താരാട്ടുപാടി സമാധാനിപ്പിച്ച ആളുകളാണ് ഈ നിൽക്കുന്ന ശുഭ്രവസ്ത്രധാരികളായ പണ്ഡിതന്മാർ. പക്ഷേ ഇപ്പൊ തൊട്ട് കളിച്ചിരിക്കുന്നത് വഖഫില. നിങ്ങൾക്കറിയോ, മാധ്യമ പ്രവർത്തകരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഇവിടെ ചേർന്ന സഹോദരന്മാരുണ്ട്. വഖഫാണ് ഞങ്ങളുടെ പള്ളികൾ. പള്ളി പരിപാലിക്കേണ്ടത് ആരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആന്റെ സൂറത്ത് തൗബ രാജാധിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅഖാമ സ്വലാത്ത വഅത സക്കാ വലം യഖ്ശ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് അചഞ്ചലമായി വിശ്വസിക്കുന്ന, 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, നീതിബോധമുള്ള, സാംസ്കാരിക പൈതൃകത്തിൽ ഉറച്ചു വിശ്വാസമുള്ള നല്ല ആളുകളാണ് പരിശുദ്ധമായ വഖഫ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം ഒരു സംസ്കാരവും ഇല്ലാത്ത, എന്ന് പറഞ്ഞാൽ സംസ്കാരം ഇല്ലാത്തവരാ ചേർക്കുമെന്ന് ഞങ്ങൾ മനഃപൂർവ്വം പറയുകയാണ്. സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി അടുത്ത കാലത്ത് പറഞ്ഞതാണ്, ന്യൂനപക്ഷങ്ങളുടെയും പിന്നാക്കക്കാരുടെയും വകുപ്പുകൾ നല്ല നിലയ്ക്ക് പോകണമെങ്കിൽ അത് വരേണ്യവർഗത്തെ ഏൽപ്പിക്കണമെന്ന്. വരേണ്യവർഗത്തിന്റെ കയ്യിലേക്ക് വഖഫിന്റെ നിയന്ത്രണം കൊണ്ടെത്തിക്കാനുള്ള ആസൂത്രിതമായ വളരെ ജുഗുപ്സാവഹമായ വളരെ കുൽസിതമായ ഒരു ശ്രമമാണ് ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നലെയാണ് നിയമം പാസ്സായിട്ടുള്ളത്, ഇന്നാണ് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്, 24 മണിക്കൂറിനകത്ത് ഈ നാട്ടിലെ പള്ളി ഇമാമമാരും ഇവിടുത്തെ ഇസ്ലാമിക പ്രവർത്തകരും മഹല്ല് ഭാരവാഹികളും ഒരുമിച്ച് കൂടിക്കൊണ്ട് സൂചനാ സമരം മാത്രമാണ് ഇന്ന് നടത്തുന്നത്. വരും ദിവസങ്ങളിൽ ആ ബില്ല് ഞങ്ങൾ പറയുന്നു അറബിക്കടലിൽ കൊണ്ടുപോയി ചവിട്ടി താഴ്ത്തണം, ഞങ്ങൾ കത്തിച്ചു കളയും, ഞങ്ങൾ ചവിട്ടി താഴ്ക്കും. ഇത്തരം നിയമങ്ങളെ പാലിക്കാമെന്ന് മുസ്ലിം സമുദായം ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല, ലോകാവസാനം വരെ വാക്ക് കൊടുക്കുകയുമില്ല.
കാര്യമില്ല. ഇവിടെ ഏത് എംപോക്ക് തങ്ങൾ അധികാരത്തിന്റെ മസിൽ ഉപയോഗിച്ച് എന്ത് നിയമം അടിച്ചേൽപ്പിച്ചാലും എല്ലാത്തിനും കീഴൊതുങ്ങി അടിമകളെ പോലെ ജീവിക്കാമെന്ന് മുസ്ലിം സമുദായത്തിന് തീരുമാനമില്ല. അതുകൊണ്ട് ബ്രിട്ടീഷ് കാമാലികന്മാര് ഈ രാജ്യത്തിന്റെ തെരുവീഥികളിൽ നിന്ന് ഈ സമുദായത്തെ വെല്ലുവിളിച്ചപ്പോ, ഈ രാജ്യത്തെ വെല്ലുവിളിച്ചപ്പോ, ഇവിടുത്തെ ജനങ്ങൾ അടിമകളാക്കിയപ്പോ അതിനെതിരെ അധീരമായി പൊരുതിയ അതേ പണ്ഡിതന്മാർ, അതേ ഇസ്ലാമിക സമൂഹം ശക്തമായ പ്രതിഷേധത്തിന്റെ പ്രതിരോധത്തിന്റെ ഉരുക്കുകോട്ടകളുമായി രംഗത്തിറങ്ങാനുള്ള തീരുമാനമാണ്. വരും ദിവസങ്ങളിൽ അത്തരം വ്യക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും ശക്തമായി കൂടെ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ ബഹുമാന്യനായ പന്നി രവീന്ദ്രൻ മുൻ എം പി അദ്ദേഹമാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് എത്തിച്ചേരുന്നത്. അതിനു മുമ്പ് ഐക്യദാർഢ്യ പ്രസംഗം നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ജനാബ് മൗലവി നവാസ് മന്നാനി പനൂർ അവർ സംസാരിക്കും. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ 1000 തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. വഖഫ് എന്താണ് എന്നും നിലവിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ എന്താണ് സംഭവിച്ചതെന്നും വളരെ സുതാര്യമായി സുവ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി ആവർത്തിക്കുന്നില്ല. ഒരു കാര്യം വളരെ പ്രധാനമായി നാം മനസ്സിലാക്കാനുള്ളത്, വഖഫ് ഭൂമി തർക്കഭൂമിയായാൽ ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി അതാത് ജില്ലാ കളക്ടർമാരെ ഏൽപ്പിക്കുമെന്നാണ് പുതിയ ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അയോധ്യയിലെ ഫൈസാബാദ് ജില്ലയിൽ ബാബരി മസ്ജിദ് എന്ന പതിറ്റാണ്ടുകളോളം അള്ളാഹുവിന് ആരാധനകൾ അർപ്പിച്ച പരിശുദ്ധമായ ഗേഹത്തിൽ ഒരു തർക്കം ഉന്നയിച്ചപ്പോൾ ആ തർക്കം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഫൈസാബാദ് ജില്ലാ കളക്ടറായിരുന്ന ആലപ്പുഴ ജില്ലക്കാരനായ KK നായരെ ഏൽപ്പിച്ചു. ആ KK നായര് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലക്കാരനായ മലയാളിയായ കുട്ടനാട്ടുകാരനായ കരുണാകരൻ പിള്ളയുടെ മകനായ ഈ KK നായരെ അവിടുത്തെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന്റെ രക്തസാക്ഷിയാണ് ഇന്നത്തെ ബാബരി മസ്ജിദ്. നിലവിൽ നിയമപരമല്ലാത്ത ഒരു അവസ്ഥയിലൂടെ പള്ളികൾ പിടിച്ചെടുത്ത് ടാർപ്പാളിൽ മൂടിയിട്ട് പല പള്ളികളും ഭീഷണിയിലായിരിക്കുന്ന ഒരു സാഹചര്യം. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശില് മുസ്ലിം പള്ളികളൊക്കെ JCBയുടെയും ബുൾഡോസറിന്റെയും മുകളിലാണ്. ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയുടെ അന്ന് യോഗി ഒരു സർക്കുലർ ഇറക്കി. എല്ലാ മദ്രസകളിലും അവർ ദേശീയ ഗാനം ആലപിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ വിനീതന് കുറിച്ചിട്ട് ഈ മദ്രസകളുടെ മുന്നിൽ ദേശീയ ഗാനം ആലപിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രോമാഞ്ചവും അഭിമാനവുമാണ്. പക്ഷെ യോഗി ആദിത്യനാഥ് അത് പറയുന്നതിന് മുമ്പ് JCBയുടെ മുകളിലിരിക്കുന്ന മദ്രസ ഒന്ന് നിലത്ത് വെക്കണം, എന്നാലേ അതിന്റെ മുമ്പിൽ കുട്ടികൾക്ക് ദേശീയ ഗാനം പാടാൻ കഴിയുകയുള്ളൂ. ഇവിടെ വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. KK നായർ എന്ന് പറയുന്ന ഫൈസാബാദ് ജില്ലാ കളക്ടറായിരുന്ന മലയാളിയെ തർക്കഭൂമിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ സംഭവിച്ചതാണ് ഇനി പാളയം മുസ്ലിം ജമാഅത്ത് അടക്കമുള്ള കേരളത്തിലെ പ്രമുഖമായ പള്ളികൾ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ മസ്ജിദുകൾക്ക് സംഭവിക്കാതിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ഇന്ത്യയിലെ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വെള്ളക്കാരെ കെട്ടുകെട്ടിച്ച പാരമ്പര്യമുള്ള ഈ ഇന്ത്യയുടെ മുസൽമാന് ഈ കൊള്ളക്കാരോട് പോരടിക്കുന്നതിന് വലിയ ആവേശവും ആർജവും ഒന്നും പുതിയതായിട്ട് വീണ്ടെടുക്കേണ്ട കാര്യമില്ല. ഇവർക്ക് പേടിയാണ്, ഇവർക്ക് വല്ലാത്ത ഭയമാണ്. അധികാരത്തിന്റെ ഹുങ്കും മുഷ്കും മൂച്ചും ഉപയോഗിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും ഇവർക്ക് ഒരു കാരണവശാലും ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായത്തോട് അല്ലെങ്കിൽ ദളിത് പിന്നോക്ക വിഭാഗത്തോട് പോരടിക്കാൻ കഴിയില്ല. അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ കളിക്കുന്നത്. സങ്കടകരമായ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുക. തൃശൂരിലെ MP ഇന്നാണെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിലെ തൃശൂർ ജില്ലയുടെ ഏക ഫാസിസ്റ്റ് MP ആ MPയെ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഏറ്റവും നല്ല ഇന്റർവ്യൂ വിദഗ്ധനായ MP പാർലമെന്റിൽ കേരളത്തിലെ ജനങ്ങൾക്കൊരു തെറ്റുപറ്റി നേമത്ത് പൂട്ടിക്കെട്ടി
കെട്ടിപ്പിടിച്ചതുപോലെ തൃശൂർ ഞങ്ങൾ കെട്ടിപ്പൂട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ തൃശൂർ MP ആയ സുരേഷ് ഗോപിയോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാനുള്ളതെന്ന്. അയാൾ തിരിഞ്ഞു നിന്ന് അയാളുടെ സുരസിദ്ധമായ സിനിമാ സ്റ്റൈലിൽ പറഞ്ഞത് ഒരക്ഷരം അങ്ങോട്ട് മാറ്റേണ്ടി വരുമെന്ന്. പൂട്ടിക്കുമെന്നത് ഒരു അക്ഷരം മാറ്റുമ്പോൾ എന്താണെന്ന് പ്രബുദ്ധ കേരളത്തിന് നന്നായിട്ടറിയാം. ഇത്ര വിവരം കെട്ട സംസ്കാരമാണ് ഇവിടത്തെ ഫാസിസ്റ്റ് MP-മാർക്കും മന്ത്രിമാർക്കും ഉള്ളത്. അങ്ങനെ ഈ പറയപ്പെടുന്ന ഏറ്റവും നെറികെട്ട സംസ്കാര ശൂന്യരായ ഒരു സമൂഹം ഇങ്ങനെ ഒരു ബില്ല് ഇസ്ലാമിക സമൂഹത്തിനെതിരെ എതിരായിട്ട് ബില്ല് പാസ്സാക്കുമ്പോൾ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ്. മനസ്സിലാക്കണം, നമ്മൾ നിൽക്കുന്നതിന്റെ ഇടതുഭാഗത്ത് ക്രൈസ്തവ പിന്നെ സ്ഥാപനങ്ങളാണ്. ഞാൻ പറയുന്നു, സീറോ എന്ന് പറയുന്ന പേര് പോലെ തന്നെ സീറോ ആയ ഒരു സഭയുടെ ലോഹധാരിയായ ഒരു പാസ്റ്റർ ഇന്നലെ ഈ പറയപ്പെടുന്ന ബില്ലിനെ പിന്താങ്ങി. ആ പിന്താങ്ങി അങ്ങോട്ട് തീർന്നില്ല, മധ്യപ്രദേശിലെ ജബൽപൂരിൽ അങ്ങോട്ട് അടി കിട്ടാൻ തുടങ്ങി. അടി കിട്ടിയപ്പോൾ ഇവിടെ അപലപിക്കാൻ തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ കൃത്യമായി അടുത്ത ടാർഗറ്റ് നിങ്ങൾ തന്നെയാണ്. ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒന്നാമത്തെ കക്ഷിയായ മുസ്ലിമിനെ തുരത്തണം. കാരണം എന്താണ്? ഈ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജീവിതമല്ല യഥാർത്ഥ ജീവിതം, ഇതൊരു വെയിറ്റിംഗ് ഷെഡാണെന്ന് വിശ്വാസമുള്ളവരാണ്. ഇവിടെ സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും രാജ്യത്തിന്റെ സുരക്ഷിത ബോധത്തിനു വേണ്ടിയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ഇവിടുത്തെ പൗരന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും പോരാടി മരിച്ചാൽ അവർക്ക് പച്ചപ്പനം തത്തയുടെ ഉള്ളറകളിൽ സവിശേഷിപ്പിക്കപ്പെട്ട ഏറ്റവും മനോഹരമായ പദവി പരലോകത്തല്ല കൊടുക്കുമെന്ന് വിശ്വാസമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആദ്യം മുസ്ലിമിനെ ഒതുക്കിയാൽ ക്രിസ്ത്യാനിയെ ഒതുക്കാൻ കൃത്യമായിട്ട് എളുപ്പമുണ്ട്. ഇത് തിരിച്ചറിയാതെ പോകുന്ന ലോഹധാരികളുണ്ട് എന്നത് സങ്കടകരമാണ്. ഇവിടെ ഞാൻ ജുമഅയ്ക്ക് പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, വഖഫ് ബില്ലിന്റെ ഭേദഗതി വരുത്തിയ ബില്ല് പാർലമെന്റ് ചുട്ടെടുക്കുമ്പോൾ ഇനി ദ്രൗപദി മുർമു ഒപ്പുവെച്ച് അത് നിയമത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഹിന്ദുത്വ രാജ്യം എളുപ്പത്തിൽ നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കരുത്. ഇവിടെ സംസാരിക്കുന്നത് ഈ രാജ്യത്തിന്റെ മഴവിൽ മനോഹാരിതയുള്ള ഇവിടുത്തെ ഏറ്റവും നല്ല ജനാധിപത്യ സംവിധാനത്തിന്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. ഇവിടെ ഭീമാപ്പള്ളി ഉറൂസും വേണം, ആറ്റുകാൽ പൊങ്കാലയും വേണം, അതുപോലെ വെട്ടുകാട് പള്ളി നേർച്ചയും വേണം. ഇത് മൂന്നും മനോഹരമായി തലസ്ഥാന നഗരിയുടെ അനന്തപുരിയുടെ വിരിമാറിൽ നടക്കണമെങ്കിൽ ഇവിടെ ശുഭവസ്ത്രധാരികളായ മുസ്ലിം പണ്ഡിതന്മാരുണ്ടാകണം. കാവിധരിച്ച മൗലാനമാരായ പണ്ഡിതന്മാരെയല്ല ആവശ്യമുള്ളത്. രണ്ടാമത് ഇവിടെ ലോഹധാരികളായ നല്ല ക്രിസ്തീയ പാതിരിമാരെ ഇവിടെ ആവശ്യമുണ്ട്. ഇതുപോലെ ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ്ക്കളായ ലോഹധാരികളെയല്ല, അതുപോലെ ഒടുതുണി കാഷായ വസ്ത്രം ധരിച്ച സ്വാമിമാരെയാണ് ഈ രാജ്യത്തിന് ആവശ്യം. അല്ലാതെ പിറന്ന പടിയിൽ നൂൽബന്ധം പോലും ഇല്ലാതെ അവിടെയൊക്കെ കുറച്ച് എന്താണ് ഈ ചാണകമൊക്കെ തേച്ച് നടക്കുന്ന ഇവിടുത്തെ പൂജാരിമാരെയല്ല, സ്വാമിമാരെയല്ല നമുക്ക് ആവശ്യം. ഇവിടെ പൊട്ടുതൊട്ട അമ്മയുടെ മകനും തട്ടമിട്ട ഉമ്മയുടെ മകനും കുരിശുമാലയണിഞ്ഞ മാതാവിന്റെ മക്കളും ഐക്യപ്പെട്ട് കഴിയുന്ന നല്ല നാളേക്ക് വേണ്ടി ഇവിടെ ഒരു പുതിയ സംവിധാനം സൃഷ്ടിക്കപ്പെടുന്നതിന് വേണ്ടി ഈ ബില്ലിനെതിരെ ശക്തമായ നിലയിൽ ജനാധിപത്യ വിശ്വാസികൾ ഉണരണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സെൻട്രൽ ജുമാ മസ്ജിദിന്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ജില്ലാ ഭാരവാഹി ജനാബ് MA കരീം സാഹിബ് സംസാരിക്കും. അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി തിരുവനന്തപുരം സംഘടിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ല് അംഗീകരിക്കില്ല എന്ന രാജ്ഭവൻ മാർച്ചിന് ഇവിടെ പങ്കെടുക്കുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാർ, മറ്റ് മഹല്ല് മത സംഘടന ഭാരവാഹികൾ, നേരത്തെ എല്ലാവരും എന്താണ് വഖഫ് ബില്ല് എന്നും വഖഫ് ബില്ലിനോട് ഉള്ള നിലപാട് എന്താണെന്നും ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. ആ വിഷയത്തിലേക്ക് ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഇനിയും വിശദീകരിക്കുമെന്നുള്ളത് കൊണ്ട് ഈ വഖഫ് ഭേദഗതി ബില്ല് പിൻവലിക്കുന്നത് വരെയും
ഈ കൂട്ടായ്മയോടൊപ്പം SDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ എല്ലാ പിന്തുണയും ഈ പോരാട്ട വീതികളിൽ അവരോടൊപ്പം തോളോട് തോൾ ചേർന്നെന്ന് നമ്മളും ഈ പോരാട്ടത്തിനോടൊപ്പം ഉണ്ടാവുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വഖഫ് ഭേദഗതി ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവനിലേക്ക് നടത്തിയ ഈ മാർച്ചിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ ജനാബ് ഡോക്ടർ എ നസാറുദ്ദീൻ സർ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പണ്ഡിത പ്രതിഭയായിരുന്ന അംബേദ്കർ അധ്യക്ഷനായി ഉണ്ടാക്കിയ അതിമനോഹരമായ ഇന്ത്യൻ ഭരണഘടന തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് പഴയ നാറിയ മനുസ്മൃതി നടപ്പിലാക്കുവാനുള്ള പദ്ധതികളാണ് ഇവിടെ RSSന്റെ നേതൃത്വത്തിൽ നമ്മുടെ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി 2014 മുതൽ ഓരോ ദിവസവും ദുഷ്ടരായ ജനശത്രുക്കളായ ഭരണാധികാരികൾ ഓരോ ദിവസവും ഓരോ ബില്ലുകൾ കൊണ്ടുവരികയാണ്. ഈ ബില്ല് മുഴുവൻ ജനദ്രോഹമാണ്. ഇത് മാത്രമേ അവർക്കറിയുള്ളൂ. ജനോപകാരപ്രദമായ ഒന്നും അവർക്കറിയില്ല. ജനങ്ങളെ എങ്ങനെ ഉപദ്രവിക്കണമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കൂട്ടാരാണ്. അവർക്കുള്ള കൂട്ട് ഇവിടുത്തെ ഭീമന്മാരായ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റുകൾ ഇവിടെ ഭരിക്കുകയാണ്. ഈ നാട് GDPയിൽ ഏറ്റവും താഴ്ന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ഒരു പത്രമോ ഒരു ചാനലോ അത് രേഖപ്പെടുത്തുന്നില്ല. ആളുകളെല്ലാം പട്ടിണിയിലും പരിവട്ടത്തിലും കട്ടപ്പാടിലും നടക്കുമ്പോൾ ഇവിടത്തെ ദുഷ്ടരായ ജനവിരുദ്ധരായ ഫാസിസ്റ്റുകളായ ഈ ഭരണാധികാരികൾക്ക് വേണ്ടത് ഈ പാവപ്പെട്ട ജനങ്ങളുടെ രക്തമാണ്. ആദ്യം അവർ മുസ്ലിങ്ങളെയാണ് പിടിക്കുന്നത്. അത് കഴിയുമ്പോൾ അവർ ക്രിസ്ത്യാനികളെ പിടിക്കും. അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റുകളെ പിടിക്കും. ഇവിടെ ഇവരുദ്ദേശിക്കുന്ന ഹിന്ദു രാജ്യം വന്നാൽ എന്താണ് നടപ്പിലാകുന്നതെന്ന് ഒരു 50 വർഷത്തെ കേരള ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ വീണ്ടും ഇവിടെ ഒരു വലിയ സമരം, ഒരു സ്വാതന്ത്ര്യ സമരം വേണ്ടിവരും. നിങ്ങൾക്കറിയാമോ, ഈ ഇലക്ഷനെല്ലാം കള്ളത്തരത്തിൽ ഏറ്റവും വലിയ നുണകളും കള്ളങ്ങളും വ്യാജങ്ങളും ഉണ്ടാക്കിയാണ് ഇവിടെ ഇലക്ഷൻ നടത്തുന്നത്. ഈ ഇലക്ഷൻ മുഴുവനും കുഴപ്പമാണ്. ഇവിടുത്തെ ഈ മെഷീനിലും മുഴുവൻ കുഴപ്പമാണ്. ഇലക്ഷനിൽ അവരെ ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കില്ല. ഈ ബാലറ്റ് കൊണ്ടുവന്ന് നോക്ക്. ബാലറ്റ് ഇലക്ഷൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ. ബാലറ്റ് ഇലക്ഷൻ വന്നാൽ പണ്ട് 82 അവർക്ക് 2 സീറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ കിട്ടൂല ബാലറ്റിൽ വന്നാൽ. പക്ഷെ ബാലറ്റ് സമ്മതിക്കൂല. ഇലക്ഷൻ കമ്മീഷൻ അവരുടെ പാക്കറ്റ് കിടക്കുകയാണ്. എല്ലാം അവര് ഇവിടുത്തെ മുഴുവൻ ഭരണഘടനാ അധികാരങ്ങളും അവർ കൈക്കലാക്കി സർവ്വതും അവരുടെ പാക്കറ്റിലാക്കിയിട്ട് തോന്നിവാസ ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നടക്കൂല. ഇവർ പരാജയപ്പെടും, ഇവർ തോക്കും, ഇവർ തോറ്റ് അമ്പും, യാതൊരു സംശയവുമില്ല. അള്ളാഹു നമ്മയൊക്കെ രക്ഷിക്കുമാറാകട്ടെ. വാഹൃദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൈഫ് എന്ന ഇസ്ലാമിക പണ്ഡിത പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി ജനാബ് അഫ്സൽ കാസ്മി സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്സല്ലി അലാ റസൂലിഹിൽ കരീം. സഹോദരങ്ങളെ, വഖഫ് എന്നാൽ ഈ രാജ്യത്തിന്റെ സ്വത്തിനെ ഇവിടുത്തെ മുസ്ലിമുകൾ കൈയടക്കാൻ വേണ്ടിയുള്ള ഒരു കുതന്ത്രമാണ് എന്ന കള്ളപ്രചരണം നടത്തിയാണ് ഇപ്പോൾ സംഘപരിവാരം ഇങ്ങനെ ഒരു ബില്ലൊക്കെ പാസ്സാക്കിയെടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിക്ക് അവന്റെ അധ്വാനത്തിലൂടെ പടച്ചവൻ കനിഞ്ഞരുളിയ സ്വത്തിനെ ആ വ്യക്തിയിൽ നിന്നും സമൂഹത്തിന്റെ ഉന്നമനത്തിനായി നൽകുന്ന മഹത്തായ ഒരു പ്രക്രിയയാണ് വഖഫ് എന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ RSSകാരൻ ചെയ്യുന്നത് പോലെ എവിടെയെങ്കിലും ഒരു പറമ്പിൽ ഒരു കല്ല് കൊണ്ടിട്ടിട്ട് ഇത് ഞങ്ങളുടെ ദൈവത്തിന്റെ ലിംഗമാണെന്ന് പറഞ്ഞ നാണം കെട്ട മാറിയ പരിപാടിയല്ല വഖഫ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം.
ഇന്ത്യ രാജ്യത്ത് ഈ കേരളത്തിൽ ഒരുപാട് വഖഫ് സ്വത്തുക്കളുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധികുംഭം പോലെ മുസ്ലിം സമൂഹം അത് കെട്ടിപ്പിടിച്ചു വെക്കുന്നൊന്നുമില്ല. ഇവിടെ പ്രളയം ഉണ്ടായല്ലോ. ഇവിടെ പ്രളയം ഉണ്ടായപ്പോ ഞങ്ങളുടെ പള്ളി വഖഫ് ഭൂമികൾ ഞങ്ങൾ തുറന്നു കൊടുത്തു. ഇവിടെ മുസ്ലിമുകൾക്ക് കയറി താമസിക്കാൻ. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന മദ്രസകൾ ചെരുപ്പൂരിയിട്ട് മാത്രം അവർ കയറുന്ന മദ്രസകളെ അമുസ്ലിം വീടുകളിൽ വളർത്തുന്ന നായകളെ കെട്ടുവാനും പശുവിനെ കെട്ടാനും പോത്തിനെ കെട്ടാനും ഞങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ജലപ്രളയം വന്ന വയനാടും നിലമ്പൂരുമൊക്കെ കണ്ടെത്തുന്ന മൃതശരീരങ്ങളെ വെട്ടിക്കീറിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ ഞങ്ങളുടെ പള്ളിയുടെ ഭാഗങ്ങളും മദ്രസകളും ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വഖഫിന്റെ സ്വത്താണ്. ഇനിയും ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വഖഫ് സ്വത്തുക്കൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഈ ഉമ്മത്ത് വിട്ടുതരാൻ തയ്യാറാണ്. പക്ഷേ അതിന്റെ പേരിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു വഖഫ് സ്വത്ത് കയ്യേറാൻ ആരെങ്കിലും ഒരുത്തൻ തുനിഞ്ഞു വന്നാൽ കൈകെട്ടി നോക്കി നിൽക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാവില്ല എന്ന് ഈ ഒരു അവസരത്തിൽ പ്രഖ്യാപിക്കുവാൻ തന്നെ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ വഖഫിന്റെ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ RSS പാടുകയാണ്. വഖഫ് ബില്ല് പാസ്സായപ്പോൾ അവർ ലഡു തിന്നുകൊണ്ട് ആഘോഷിക്കുകയാണ്. നിങ്ങൾ കഴിച്ചോളിൻ, ഒരു കുഴപ്പമില്ല. പക്ഷേ മണിപ്പൂരിലെയും ഉത്തർപ്രദേശിലെയും ക്രൈസ്തവ സഹോദരങ്ങളുടെ ചോരയിൽ മുക്കിയ മധുരമാണ് തിന്നുന്നത് എന്ന് നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ പലതും മനസ്സിൽ കുറിച്ചു വെച്ചോളൂ. RSSനെ നിങ്ങൾ മറക്കാൻ പാടില്ല. മുസ്ലിമുകളായ ഞങ്ങളെയും നിങ്ങൾ മറക്കാൻ പാടില്ല. കാരണം നമ്മൾ തമ്മിൽ ഒരു സാമ്യമുണ്ട്. RSS ഈ രാജ്യത്ത് ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തേത് മുസ്ലിമുകളും രണ്ടാമത്തേത് ക്രൈസ്തവരായ നിങ്ങളുമാണ്. ഞങ്ങൾക്കൊരു വിഷയം വന്നപ്പോൾ നിങ്ങൾ RSSനോടൊപ്പം പോയി. ഞങ്ങൾക്കൊരു വിഷമമില്ല. RSSനോടൊപ്പം പോയ ക്രിസ്ത്യാനികളെ, നിങ്ങളെയൊന്നും വിശ്വസിച്ചിട്ടല്ല ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് മാത്രമല്ല, നിങ്ങളെക്കാൾ തന്റേടവും മാനത്വവുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നോടൊപ്പം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒരു കാര്യം എന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഇനി ഒരു ദിവസം വരും RSS അവരുടെ കരാളഹസ്തങ്ങൾ നിങ്ങളുടെ നേരെ തിരിക്കുന്ന ഒരു ദിവസം വരും. അന്ന് നിങ്ങൾ വരണം. അന്ന് നിങ്ങളോടൊപ്പം നിൽക്കാൻ ഈ മുസ്ലിമുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ക്രൈസ്തവരായ വർഗീയവാദം വെച്ച് വിളമ്പുന്നവർ മറക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാരുണ്യത്തിന്റെ മാർഗമാണ്. പ്രിയപ്പെട്ട പ്രവാചകനോട് ഏറ്റവും നല്ല പ്രവർത്തനം എന്തെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കുടിക്കാൻ വെള്ളം കൊടുക്കലാണ് എന്ന്. നമ്മൾ ആർക്കും കുടിക്കാൻ വെള്ളം കൊടുക്കും. പക്ഷേ ബദർ ഒരു ചരിത്രമുണ്ട്. മുസ്ലിങ്ങൾ കുടിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ടാങ്കിൽ നിന്ന് വെള്ളം മോഷ്ടിച്ചെടുക്കാൻ വന്ന ഒരു അക്രമിയെ മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു കൈകാര്യം ചെയ്ത ഒരു ചരിത്രമുണ്ട്. ഞങ്ങളുടെ കാരുണ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞങ്ങൾ തരാം. പക്ഷേ കയ്യൂക്കുകൊണ്ട് പിടിച്ചെടുക്കാൻ വന്നാൽ വീണ്ടും ബദർ ആവർത്തിക്കുവാൻ ഈ സമുദായത്തിന് മടിയുണ്ടാവുകയില്ല എന്നാണ് ഈ വേളയിൽ പ്രഖ്യാപിക്കുവാനുള്ളത്. വിനീതനും പ്രതിനിധാനം ചെയ്യുന്ന ഖലീൽ അഹമ്മദ് ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനം മഹത്തുക്കളായ ദേവബന്ദി പണ്ഡിതന്മാരുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ്. അള്ളാഹുവിന്റെ വഖഫ് ഭൂമികളെ സമരസജ്ജമായി ഒരുക്കി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പണ്ഡിതന്മാരെ വാർത്തെടുത്ത, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന് ജിഹാദിന്റെ ആഹ്വാനം കൊടുത്ത ആ പണ്ഡിത പോരാളികളുടെ പാരമ്പര്യം നിർത്തി നമ്മൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടാൽ നമ്മുടെ പള്ളികൾ തകർക്കാൻ, വീടുകൾ തകർക്കാൻ, കരിനിയമങ്ങൾ ഉൾപ്പെടുത്തി ജയിലിലടയ്ക്കാൻ, നമ്മുടെ വഖഫ് സ്വത്തെടുക്കാൻ, തട്ടിയെടുക്കാൻ നിയമത്തിന്റെ പഴുതുകളുമായി സംഘപരിവാരം വന്നാൽ ഇൻഷാ അല്ലാഹ് വേണ്ടുവന്നാൽ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് കൂടി നാം സജ്ജരാകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവിധ പിന്തുണകളും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിക്ക് അർപ്പിച്ചുകൊണ്ട് വഖഫ് ബില്ല് പിൻവലിക്കുന്ന വിഷയത്തിൽ ഏത് സമരത്തിലും ഇൻഷാ അല്ലാഹ് വിനീതനും എന്നോടൊപ്പമുള്ള കൂട്ടായ്മയും ഉണ്ടാകും എന്ന് വാക്കും നൽകിക്കൊണ്ട് വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ തിരുവനന്തപുരം നോർത്ത് സോൺ ഭാരവാഹി ജനാബ് അലി അക്ബർ സാഹിബ് സംസാരിക്കും. ബഹുമാനിയ അധ്യക്ഷൻ, മറ്റ് പണ്ഡിത ശ്രേഷ്ഠന്മാരെ, മഹല്ല് ഭാരവാഹികളെ, മറ്റ് സഹോദരന്മാരെ,
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യവും ലോകത്ത് അഭിമാനത്തോട് ഉയർത്തിപ്പിടിച്ച ഒരു ഭരണഘടനയുമുള്ള ഒരു രാജ്യത്തിന്റെ പ്രതിനിധികളാണ് നമ്മളേവരും. നമുക്കറിയാം, കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സവർണ ഫാസിസ്റ്റുകൾ മുസ്ലിം സമുദായത്തെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റുന്ന രീതിയിലുള്ള നിയമങ്ങളും നയങ്ങളുമാണ് ഈ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ കുറെ നാളുകളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങൾ കൊണ്ട് തെരുവുകൾ പ്രക്ഷുബ്ധമായില്ല എങ്കിൽ നാളെ വരാനിരിക്കുന്ന നാളുകൾ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കുണ്ടായതുപോലുള്ള ഒരു അവസ്ഥയായിരിക്കും ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റു വിഷയങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഈ വഖഫ് സമരവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ റമദാനിലെ അവസാനത്തെ രാവുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനകളായ ഫ്രട്ടോണിറ്റിയും സോളിഡാരിറ്റിയും ഒക്കെ അവസാനത്തെ 10 ഇഅ്തികാഫ് പോലും നടത്തിയത് തെരുവുകളിലായിരുന്നു. തെരുവുകളിൽ സമരം നയിച്ചുകൊണ്ടായിരുന്നു ഈ വഖഫ് നിയമത്തിനെതിരായിട്ടുള്ള സമരത്തിൽ പോരാട്ടം നടത്തിയത്. അതുപോലെ ഈ സാഹചര്യത്തിൽ കർഷക രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും എല്ലാ ജനപ്രതിനിധികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നിയമങ്ങളെ ചെറുത്തില്ല എങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ അതിഭീകരമായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും സമാധാനത്തോടുകൂടിയും ഐക്യത്തോടുകൂടിയും രാജ്യത്തിന്റെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നിയമങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ട സമരങ്ങളിൽ അണിചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ഐക്യദാർഢ്യ ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ പ്രതിനിധി ജനാബ് മുണ്ടക്കയം ഹുസൈൻ മൗലവി സംസാരിക്കും. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമാ പ്രതിനിധി ജനാബ് നിസാറുദ്ദീൻ മൗലവി അൽ ഖാസിമി സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, മഹല്ല് ഭാരവാഹികളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഈ സായം സന്ധിയിൽ കൂടുതൽ വൈകാരികമായിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കൂടിയ ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സർക്കാരിനോട് പറയാൻ ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ. അവർ പുതുതായി മെനഞ്ഞെടുത്ത വഖഫ് ഭേദഗതി ബിൽ നിരുപാധികം പിൻവലിക്കുക. ഈ നിയമത്തിന് കേന്ദ്ര സർക്കാർ ഇട്ടിരിക്കുന്ന പേര് ഉമീദ് എന്നാണ്. UWMEED, യൂണിഫോം വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ്. പ്രതീക്ഷ എന്നാണ്, പ്രത്യാശ എന്നാണ് ഈ വാക്കിനവർ ഇട്ടിരിക്കുന്ന അർത്ഥം. സംഘപരിവാരവും കേന്ദ്ര സർക്കാരുമൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. അവർ ഈ രാജ്യം അടക്കി ഭരിക്കുന്നു. ഇവിടെ ഒരു രാമരാജ്യം ഉണ്ടാക്കി കോടിക്കണക്കിന് വരുന്ന വഖഫ് സ്വത്തുകളൊക്കെ കൈയടക്കി സുഖിച്ചു വാഴാം എന്ന പ്രത്യാശയും സ്വപ്നവുമാണ് സംഘപരിവാറിനെങ്കിൽ ഈ രാജ്യത്തിന്റെ വിമോചനത്തിനും ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി നൂറ്റാണ്ടുകളായി പരിശ്രമിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായവും വലിയ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ തേട്ടത്തിലാണ് എല്ലാ ദിവസവും. അത് ദൈവമാർഗത്തിലുള്ള രക്തസാക്ഷിത്വമാണ്. സ്വന്തം സമ്പത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാടി മരിച്ചാൽ ആ വ്യക്തി രക്തസാക്ഷിയാണ്. രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി വൈദേശിക ശക്തികളോട് പോരാടി മരിച്ചാൽ ആ വ്യക്തി രക്തസാക്ഷിയാണ്. അങ്ങനെയുള്ള സ്വപ്നം ഉള്ളതുകൊണ്ടായിരുന്നു വൈദേശിക ശക്തികളോട് ഞങ്ങളുടെ മുൻഗാമികൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിന്ന് ബ്രിട്ടീഷുകാരോടൊക്കെ പടപൊരുതി ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളല്ലാത്തവരുമൊക്കെ ഇവിടെ രക്തസാക്ഷികളായത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത്, ഓരോ നിമിഷവും ദൈവമാർഗത്തിലുള്ള രക്തസാക്ഷ്യം അത് ഏറ്റവും നല്ല മരണമാണെന്ന് കാണുകയും അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും. സ്വന്തം സമ്പത്തിനേക്കാൾ ഒരു മുസ്ലിം ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന സമ്പത്താണ് ദൈവത്തിന്റെ പേരിൽ വഖഫ് ചെയ്ത അള്ളാഹുവിന്റെ പള്ളികളും വഖഫ് സ്വത്തുകളുമൊക്കെ. തീർച്ചയായും അത് കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന, അത്
കൈവശപ്പെടുത്തി അത് സുഖമായി തിന്നു കുടിച്ചു കൂത്താടാൻ ആഗ്രഹിക്കുന്ന സംഘപരിവാറിന്റെ സ്വപ്നം ഒരിക്കലും ഇവിടെ നടക്കുകയില്ല. ഓരോ മുസ്ലിമിന്റെയും ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം പാളയത്തിൽ നിന്ന് ഇവിടം വരെ വൈകുന്നേരം നടത്തുന്നപ്പോ നമ്മുടെയൊക്കെ ശരീരത്തിന്റെ ഞരമ്പുകളിലൂടെ രക്തം നന്നായിട്ട് ഇപ്പോ സർക്കുലേഷൻ ചെയ്യുന്നുണ്ട്. എന്റെ കൈ മുറിച്ചാൽ രക്തം ചീറ്റി വരും. ഓരോരുത്തരുടെയും ശരീരത്തിൽ അങ്ങനെ തന്നെ. ആ രക്തത്തിന്റെ വർണ്ണം ചുവപ്പാണ്, എല്ലാവരുടെയും ചുവപ്പാണ്. പക്ഷേ ഞങ്ങളുടെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിൽ വേറെ ചില ഘടകങ്ങളുമുണ്ട്. അത് മഹാനായ ടിപ്പു സുൽത്താന്റെ രക്തത്തിന്റെ ഘടകമാണ്. വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെയും മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും ഒക്കെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരുന്ന രക്തത്തിന്റെ ഘടകങ്ങൾ ഞങ്ങളുടെ രക്തത്തിലുള്ളിടത്തോളം കാലം അള്ളാഹുവിന്റെ പേരിൽ വഖഫ് ചെയ്ത വഖഫ് സ്വത്തിന്റെ ഒരംശം പോലും ഇവിടുത്തെ സംഘപരിവാറിനും മോഡി സർക്കാരിനും കൈവശപ്പെടുത്താൻ കഴിയുകയില്ല. അതിനുവേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ മുൻഗാമികൾ ഈ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി രക്തസാക്ഷികളായ ആ പടപ്പാട്ട് ഞങ്ങൾക്ക് ഊർജമായിരുന്നു. ഇനി ഞങ്ങളുടെ അടുത്ത തലമുറകൾക്ക് ഇവിടെ നല്ല പൗരന്മാരായി ആണുങ്ങളായി ജീവിക്കാൻ അവർക്ക് പ്രചോദനം നൽകാൻ ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ സ്വത്തുക്കളുമെല്ലാം ഞങ്ങളുടെ രക്തവുമെല്ലാം ഈ മാർഗത്തിൽ ത്യജിക്കേണ്ടി വന്നാൽ ആണുങ്ങളായി തല ഉയർത്തി നിന്ന് ഞങ്ങൾ അതിന് തയ്യാറാകും. അതുകൊണ്ട് സംഘപരിവാര സർക്കാരും മോദിയും അമിത്ഷായും എല്ലാം മനസ്സിലാക്കിക്കൊള്ളുക. മുസ്ലിമീങ്ങളുടെ വഖഫ് സ്വത്ത് ഒരിക്കലും നിങ്ങൾ പ്രത്യാശിക്കുന്നത് പോലെ, നിങ്ങളുടെ ഉമീദ് പോലെ നിങ്ങളുടെ മടിക്കീശയിലേക്ക് വരികയില്ല. അതിന് ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ്. ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ്. ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് ഭാഗത്ത് ഒരു വലിയ ഡാമുണ്ട്, മുല്ലപ്പെരിയ ഡാം. എപ്പോൾ പൊട്ടുമെന്ന ഭീതിയിലാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം. അത് പൊട്ടിത്തകർന്നാൽ സർവനാശമായിരിക്കും. മുസ്ലിം സമുദായം മുല്ലപ്പെരിയാർ ഡാമാണ്. അത് തുരപ്പൻ പണിയെടുത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തെ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ ആ ഡാം പൊട്ടും. അത് പൊട്ടിയാൽ അതിന്റെ താഴെയുള്ള വേറെയും ചില ഡാമുകളുണ്ട്, അത് തകരുമെന്നുള്ളതിൽ സത്യമാണ്. അതുകൊണ്ട് ക്രൈസ്തവ സഹോദരങ്ങളും ഈ രാജ്യത്തെ സകല ജനങ്ങളും ഒന്നു ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ശരിയായ ശത്രുവിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പോരാടാനും അടരാടാനും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും ഈ രാജ്യത്തിന്റെ സകല നന്മകളും സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും ഒരിക്കലും ഇന്നലകളിൽ പാസാക്കിയ വഖഫ് ബില്ല് മുസ്ലിം ഉമ്മത്ത് അംഗീകരിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേശവദാസപുരം ജുമാ മസ്ജിദ് ചീഫ് ഇമാം ജനാബ് പാനിപ്ര ഇബ്രാഹിം അലി ഉസ്താദ് സാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, പണ്ഡിത സുഹൃത്തുക്കളെ, ഈ മഹത്തായ ധർമ്മസമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകരെയും സ്നേഹാഭിവാദ്യം ചെയ്യുന്നു. ഈ രാജ്യം ലോകതലത്തിൽ സാഹോദര്യത്തിനും സൗഹാർദ്ദത്തിനും അതേപോലെ മതസഹിഷ്ണുതയ്ക്കും പേരുകേട്ടൊരു രാജ്യമാണ്. യേ ഹമാര ഗുലിസ്ഥാൻ എന്നാണ് ഈ നാട്ടിലെ കവികൾ ഈ രാജ്യത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്രയധികം മതസമൂഹങ്ങളും ഭാഷാ വിഭാഗങ്ങളും അധിവസിക്കുന്ന ഒരു രാജ്യം ലോകത്ത് വേറെയില്ല. ഈ രാജ്യത്തിന് ഒരു കാലത്തൊരു ചരിത്രമുണ്ടായിരുന്നു. ഈ മഹത്തായ പാരമ്പര്യമുള്ള രാജ്യത്തെ ഇവിടെ അധിനിവേശം നടത്തിക്കൊണ്ട് ദീർഘകാലം ഇതിനെ അടക്കി ഭരിക്കാൻ വിദേശ ശക്തികൾ ശ്രമിച്ചത്. അവർക്ക് കുറെ കാലം ഈ രാജ്യത്തെ ജനങ്ങളെ പല കള്ളവും അതേപോലെ മറ്റു പലതും പറഞ്ഞു വശത്താക്കി നിർത്താൻ കഴിഞ്ഞുവെങ്കിൽ ഏറെ താമസിയാതെ അവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞ ഈ നാട്ടിലെ പൗരജനങ്ങൾ മഹാത്മാഗാന്ധിയുടെയും അതേപോലെ തന്നെ ഈ നാട്ടിലെ നേതാക്കന്മാരുടെയും മൗലാനമാരുടെയും പിന്നിൽ അണിനിരന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സമരം ചെയ്തൊരു പാരമ്പര്യം ഈ രാജ്യത്തിനുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കെട്ടുകെട്ടിച്ച ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ കൂട്ടായ്മ
തീർച്ചയായും ഇവിടെ രൂപപ്പെട്ടു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഭരണത്തിന് ശേഷം ഈ രാജ്യത്തെ അതേപോലെ ജനങ്ങളെ കൊള്ളയടിച്ച്, ജനങ്ങളെ തമ്മിലടിപ്പിച്ച്, ഭിന്നിപ്പിച്ച് സംഘപരിവാർ RSS സംഘം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതിനൊരു അറുതി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലോ ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിലോ ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു നല്ല ഭാഗധേയത്വത്തിലോ പങ്കുവഹിക്കാത്ത വിദേശ ശക്തികൾക്ക് ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത വെറും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഈ രാജ്യത്തെ ഏറ്റവും ഗുണം കെട്ട ഒരു വർഗമായിരുന്നു സംഘപരിവാർ RSS സംഘം. അവരുടെ ആ ഗുണ്ട സ്റ്റൈലിലാണ് ഇന്ന് ഒരു പാർലമെന്റിൽ സംസാരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഈ രാജ്യത്ത് ജനങ്ങളുടെ മുന്നിൽ ഒരു വിലയുണ്ടായിരുന്നു. അതെല്ലാം നശിപ്പിക്കുന്ന തരത്തിൽ ഒരുതരം ഗുണ്ടായിസത്തിന്റെ ഭാഷയും ശരീരഭാഷയുമാണ് ഇന്ന് പാർലമെന്റിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ വരെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് രൂപപ്പെട്ട അതേ കൂട്ടായ്മ ഇവിടെ രൂപപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഒരവസ്ഥയിലേക്കാണ് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. വഖഫിനെതിരെയുള്ള ഈ നീക്കം തീർച്ചയായും ഈ രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ തന്നെ കാരണമാകും. മുസ്ലിം ജനസമൂഹത്തിന് സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ പാർലമെന്റ് സമ്മേളിക്കുന്നതും മന്ത്രിസഭ കൂടുന്നതും മുസ്ലിം സമുദായത്തിനെതിരിൽ ഓരോ ദിവസവും ഓരോ പാർലമെന്റ് സെഷനിലും എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാൻ വേണ്ടിയാണോ എന്ന് ചിന്തിക്കാവുന്ന തരത്തിലാണ് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതും അതേപോലെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതും. ഇത് അവസാനിപ്പിക്കുകയാണ് ഈ രാജ്യത്തിന് നല്ലത്. സംഘപരിവാറിനൊരു ചരിത്രമുണ്ട്. വിദേശ ശക്തികളുടെ ഷൂ നക്കി അവരിൽ നിന്ന് അച്ചാരം വാങ്ങി ജീവിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം. ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാനും നശിപ്പിക്കാനും ഈ രാജ്യത്തിന്റെ പാരമ്പര്യം പേറുന്ന മുസ്ലിം സമുദായം സമ്മതിക്കുകയില്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർമ്മസമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മഗ്രിബ് നിസ്കാരത്തിന്റെ സമയത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഗസ്റ്റിനോട് അറിയിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണെങ്കിലും ഇൻഷാ അല്ലാഹ് തൽക്കാലം നമ്മൾ നിസ്കാരത്തോടടുത്ത സമയമായതുകൊണ്ട്, എന്ന് മാത്രമല്ല ശവ്വാൽ മാസത്തിലെ നോമ്പ് പിടിച്ചിരിക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ട്, 6 നോമ്പിൽപ്പെട്ട നോമ്പ്. ഇൻഷാ അല്ലാഹ് നമ്മൾ തൽക്കാലം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മൗലവി ഉസ്താദ് നന്ദി പറഞ്ഞ് ഈ പരിപാടി ഇവിടെ അവസാനിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വഖഫ് ബില്ല് 100% പിൻവലിച്ച് കേന്ദ്ര സർക്കാർ മുട്ടുമടക്കും വരെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ പോരാട്ട ഭൂമികയിലായിരിക്കും. ആ വിഷയത്തിൽ ഈ സമുദായം ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതിന്റെ പേരിൽ വരുന്ന മുഴുവൻ പരിഭവങ്ങളെയും അല്ലെങ്കിൽ എതിർപ്പുകളെയും പ്രതിരോധിക്കാനുള്ള ഇച്ഛാശക്തി സമുദായത്തിനുണ്ട്. എല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ നമ്മുടെ കോർഡിനേഷൻ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ജനാബ് സൈനുദ്ദീൻ മൗലവി അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, പറയപ്പെട്ടതുപോലെ നമസ്കാരത്തിന്റെ സമയം എത്തിയിരിക്കുന്നു. കൂടുതൽ സംസാരിക്കേണ്ട സന്ദർഭമല്ല. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. അതിനുവേണ്ടിയുള്ള കൂട്ടായ്മയിലാണ് മുസ്ലിം കോർഡിനേഷൻ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകർക്കും കാലാവസ്ഥ എതിരായിരുന്നിട്ടും അൽഹംദുലില്ലാഹ് കുറെ ആളുകൾ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഞങ്ങൾ നടത്തിയ ഈ പ്രതിഷേധ പരിപാടി ആദ്യാവസാനം പ്രക്ഷേപണം ചെയ്ത മാധ്യമ പ്രവർത്തകർ, ഞങ്ങളോടൊപ്പം സഹകരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാവർക്കും കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇവിടെ ഈ പരിപാടി ഇതോടെ അവസാനിപ്പിക്കുന്നു. 3 സ്വലാത്തോടുകൂടി യോഗം അവസാനിച്ചതായി പറയുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.